ചരംകുത്തിയിൽ നായാട്ടുവിളി ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, നമുക്കറിയാം ഈ കഥകൾ, ഐതിഹ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഉണ്ടെങ്കിൽ പോലും കൃത്യമായി പറയാൻ സാധിക്കുന്നത് ഈ മകരവിളക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള വളരെ പ്രധാനപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ നായാട്ടുവിളി എന്ന് പറയുന്നത്. ഏറെ സ്വീകാര്യതയുള്ള അല്ലെങ്കിൽ ജനങ്ങൾ ഏറെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഈ നായാട്ടുവിളി, അല്ലേ? തീർച്ചയായും നായാട്ടുവിളി ചടങ്ങുകൾ ഏതാണ്ട് പൂർത്തിയായി. ദേവിക ഇപ്പോൾ സന്നിധാനത്തേക്കുള്ള മടക്കി എഴുന്നള്ളത്താണ് കാണുന്നത്. മുൻപിൽ കുത്തുവിളക്കുമായി കുന്നേക്കാട്ട് കുടുംബത്തിലെ കുറുപ്പന്മാരാണ് മുൻപിലുള്ളത്. രതീഷ് കുറുപ്പാണ് മുൻപിൽ പടവാളുമായി മുന്നിൽ ഉള്ളത്. അങ്ങനെ ഓരോ ചടങ്ങുകളും ഓരോ കുടുംബക്കാരുടെയാണ്. ഈ കഴിഞ്ഞ 5 ദിവസമായി നടക്കുന്ന ഓരോ ചടങ്ങുകളും ഓരോ കുടുംബക്കാർക്ക് അല്ലെങ്കിൽ ഓരോ വിഭാഗത്തിനായി നൽകിയിരിക്കുന്നു. അതിന്റെ ചടങ്ങുകൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ സന്നിധാനത്തേക്ക് പോയി ഹരിവരാസനം പാടി നടയടയ്ക്കുക മാത്രമാണ് ഇനിയിപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങ് എന്നത്. മറ്റു പൂജകളെല്ലാം പൂർത്തിയാക്കി അത്താഴ പൂജയ്ക്ക് ശേഷമാണ് ഈ ഒരു എഴുന്നള്ളത്ത് ചടങ്ങുകൾ നടക്കുക. അതിനുശേഷമാണ് ശരംകുത്തിയിലെ ഈ നായാട്ടുവിളി ചടങ്ങുകൾ നടക്കുക. അതിനുശേഷമുള്ള മടങ്ങി എഴുന്നള്ളത്താണ്. നേരത്തെ പറഞ്ഞല്ലോ, വാദ്യമേളങ്ങളില്ല, തീവെട്ടിയൊക്കെ അണച്ച് കുത്തുവിളക്കിന്റെ പ്രഭയിൽ മാത്രമാണ് ഈ ഒരു എഴുന്നള്ളത്ത് ചടങ്ങുകൾ നടക്കുക. എല്ലാവരും നിശബ്ദരായി മടങ്ങി പോകുന്നു. ഈ കഥയെയാണ് മറ്റു പല തരത്തിൽ അത് ചിത്രീകരിച്ച് അല്ലെങ്കിൽ ഒരു പ്രണയ കഥയാക്കിയൊക്കെ ചിത്രീകരിച്ച് ഒരു പക്ഷെങ്കിൽ ആ തിടമ്പിന്റെ മുൻപിലെ പ്രധാന മുഖം അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞല്ലോ, കൊമ്പൻ മീശയോട് കൂടിയ ആ തിരുമുഖം ആലേഖനം ചെയ്ത ആ തിടമ്പിലാണ് എഴുന്നള്ളത്ത് നടക്കുന്നത്. ആ എഴുന്നള്ളത്ത് പൂർത്തിയാക്കി ഇപ്പോൾ സന്നിധാനത്തേക്ക് മടങ്ങുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ വനമേഖലയിൽ മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ തീർത്ഥാടനകാലം തുടങ്ങുമ്പോൾ സന്നിധാനത്ത് നിന്ന് മാറ്റി നിർത്തിയ ഭൂതഗണങ്ങളെ സന്നിധാനത്തേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നു എന്ന സങ്കല്പമാണ് ഉള്ളത്. ആ എഴുന്നള്ളത്ത് സന്നിധാനത്തേക്ക് എത്തിയാൽ ഹരിവരാസനം പാടി നടയടയ്ക്കും. ഇനിയിപ്പോൾ പ്രത്യേക പൂജകളൊന്നും ശബരിമല സന്നിധാനത്തില്ല. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അഭിഷേക ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പൂജകളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. നാളെ മാളികപ്പുറത്തെ മണിമണ്ഡപത്തിന് മുൻപിലെ ഗുരുതിക്കളത്തിൽ ഗുരുതിയോടുകൂടി ഈ തീർത്ഥാടന കാലത്തെ മുഴുവൻ ചടങ്ങുകളും പൂർത്തിയാകും. ഇപ്പോൾ നായാട്ടുവിളി കഴിഞ്ഞ് തിരുവാഭരണ പേടവാഹ സംഘത്തിന്റെ നേതൃത്വത്തിൽ കുന്നേക്കാട്ട് കുറുപ്പന്മാരുടെ സാന്നിധ്യത്തിൽ നേതൃത്വത്തിൽ എഴുന്നള്ളത്ത് തിരിച്ച് സന്നിധാനത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത്. ദേവിക, തന്നെയാണ് നായാട്ട് വിളി കഴിഞ്ഞതിന് ശേഷം തിരിച്ച് എഴുന്നള്ളത്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുത്തുവിളക്കിന്റെ പ്രഭയിൽ മാത്രമുള്ള ഒരു മടക്കയാത്ര, അതോടൊപ്പം തന്നെ മകരവിളക്കിന് ശേഷമുള്ള വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് നായാട്ടുവിളി എന്ന് പറയുന്നത്. അതിന് കൃത്യമായ ചില ചിട്ടകളും അതോടൊപ്പം തന്നെ ആചാരാനുഷ്ഠാനങ്ങളും ഈ നായാട്ടുവിളിയുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ശബരിമലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരം ആണ് നായാട്ടുവിളി എന്ന് പറയുന്നത്. ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, നായാട്ടുവിളി കഴിഞ്ഞതിന് ശേഷമുള്ള തിരിച്ച് എഴുന്നള്ളത്താണ്. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വാദ്യമേളങ്ങളൊന്നും തന്നെ ഇല്ല. കുത്തുവിളക്കിൻ്റെ പ്രഭയിൽ മാത്രമാണ് തിരിച്ച് എഴുന്നള്ളത്ത് എന്ന് പറയുന്നത്. അതും ഒരു ആചാരത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ വാദ്യ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഈ മേളങ്ങളെല്ലാം ഒഴിവാക്കുന്നതും, അല്ലേ? പറഞ്ഞ പോലെ തന്നെ സന്നിധാനത്ത് തീർത്ഥാടകരുടെ സാന്നിധ്യം തുടങ്ങുന്ന വൃശ്ചികം മുതലുള്ള സമയത്ത് മനുഷ്യ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ അയ്യപ്പനൊപ്പം ഉണ്ടായിരുന്ന ഭൂതഗണങ്ങളെ സന്നിധാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നു എന്നാണ് പ്രധാന സങ്കല്പം. ഇനിയിപ്പോൾ തീർത്ഥാടന കാലം കഴിയുകയാണ്. വീണ്ടും താപസനായി മാറുകയാണ് മണ്ടേണ്ട കുമാരൻ. അപ്പോൾ ശബരിമല സന്നിധാനത്തിന് കാവലായ അല്ലെങ്കിൽ അയ്യപ്പന്റെ സന്തത സഹചാരികളായ ഭൂതഗണങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്നു എന്നതാണ് സങ്കല്പം. ശരംകുത്തിയിലേക്ക് പോയി നായാട്ടുകൂടി നടത്തി ഈ ഭൂതഗണങ്ങളെ കൂട്ടി സന്നിധാനത്തേക്കുള്ള മടക്കം. അതുകൊണ്ടാണ് വാദ്യമേളങ്ങളില്ലാതെ വിളക്ക്, തീവെട്ടി ഉൾപ്പെടെയുള്ള വിളക്ക് അണച്ച് കുത്തിവിളക്കിന്റെ പ്രഭയിൽ മാത്രമുള്ള ഒരു എഴുന്നള്ളത്ത്. അതെല്ലാം ആചാരപരമായി ഒരുപാട് പ്രത്യേകതകൾ ഈ ചടങ്ങുകൾക്കുണ്ട്. കഴിഞ്ഞ 4 ദിവസമായി ശബരിമല സന്നിധാനത്ത് 18 പടിക്ക് താഴെ ഈ നടന്നിരുന്ന ചടങ്ങുകളാണ്. ആദിശാസ്താവിനെ പ്രണമിച്ച് ആദിശാസ്താവിനെ പ്രദക്ഷിണം ചെയ്ത് 18 പടിക്ക് താഴെ ഈ നായാട്ടുവിളി നടക്കുകയായിരുന്നു കഴിഞ്ഞ മകരം 1 മുതലുള്ള ദിവസങ്ങൾ. ഇപ്പോൾ അത് ശരംകുത്തിയിലാണ് നടക്കുക. ശരംകുത്തിയിലേക്ക് വനമേഖലയിലേക്ക് മാറ്റി നിർത്തപ്പെട്ട ഭൂതഗണങ്ങളെ നായാട്ടുവിളി നടത്തി സന്നിധാനത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു എന്ന സങ്കല്പമാണ്. കുന്നേക്കാട്ട് റാന്നി കുന്നേക്കാട്ട് കുറുപ്പന്മാരാണ് ദൃശ്യങ്ങളിൽ കാണാം. മുന്നിൽ പടവാളുമായി അകമ്പടി സേവിച്ച് എത്തുന്നത് റാന്നി കുന്നേക്കാട്ട് കുറുപ്പന്മാരാണ്. രതീഷ് അയ്യപ്പ കുറുപ്പാണ് മുൻപിൽ കാർമിക സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സഹോദരങ്ങളാണ് ഒപ്പം കുത്തുവിളക്കുമായി അദ്ദേഹത്തോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ 4 ദിവസമായി സന്നിധാനത്ത് മണിമണ്ഡപത്തിൽ നടക്കുന്ന പൂജാ ചടങ്ങുകൾക്ക്, ജീവസമാധിയിലെ പൂജാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്ന കളം വരച്ച് പാട്ടുൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് കുന്നേക്കാട്ട് കുറുപ്പന്മാരുടെ നേതൃത്വത്തിലാണ്. നാളെ ഇപ്പോൾ സന്നിധാനത്ത് നടക്കുന്ന ഗുരുതി
ഗുരുതിയിലും മലയപ്പുറത്തെ മണിമണ്ഡപത്തിന് മുൻപിലെ ഗുരുതിക്കളത്തിൽ നടക്കുന്ന ഗുരുതിക്കും നേതൃത്വം നൽകുന്നത് ഇതേ കുറുപ്പന്മാരാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഇന്നത്തെ എഴുന്നള്ളത്ത് ചടങ്ങുകൾ ഏതാണ്ട് പുരോഗമിക്കുന്നത്. നേരത്തെ പുന്നമുട്ടിൽ കുടുംബക്കാരുടെ നായാട്ടുവിളിയും അല്പസമയം മുൻപ് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ മടക്കം എഴുന്നള്ളത്ത് ഏതാണ്ട് വലിയ നടപ്പന്തലിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എഴുന്നള്ളത്ത് സന്നിധാനത്തെത്തിയാൽ ഹരിദർശനം പാടി ഉടൻ തന്നെ നടയടയ്ക്കും. ഇനിയിപ്പോൾ പ്രത്യേക പൂജകളോ മറ്റു ചടങ്ങുകളോ സന്നിധാനത്തില്ല. നാളെയും ഇനി പ്രത്യേക പൂജകളോ അഭിഷേകങ്ങളോ മറ്റു ചടങ്ങുകളോ ഒന്നും തന്നെ സന്നിധാനത്ത് ഉണ്ടാവില്ല. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ആ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് പന്തളത്തു നിന്നുള്ള കളഭാഭിഷേകം, സ്വർണ്ണക്കുടത്തിലെ കളഭാഭിഷേകത്തോടു കൂടി തന്നെ ആ ചടങ്ങുകളെല്ലാം ഏറെക്കുറെ പൂർത്തിയായി. കഴിഞ്ഞ 2 മാസക്കാലം നെയ്യഭിഷേകത്താൽ ചൂടായിരുന്ന ബിംബത്തെ തണുപ്പിക്കാനായുള്ള കളഭാഭിഷേകം എന്നാണ് സങ്കല്പം. മാത്രമല്ല മകന് അച്ഛൻ നൽകുന്ന സമ്മാനം എന്ന രീതിയിലാണ് ആ കളഭാഭിഷേകവും ഒക്കെ നടക്കുന്ന. നെയ്യഭിഷേകത്തോടുകൂടി ചൂടായിരുന്ന ശിരസ്, ഭഗവാന്റെ ശിരസ് തണുപ്പിക്കാനായി കളഭാഭിഷേകം നടത്തുന്നു എന്നാണ് പ്രധാന സങ്കല്പം. ആ കളഭാഭിഷേകത്തോടുകൂടി തന്നെ എല്ലാ അഭിഷേക ചടങ്ങുകളും മറ്റു പൂജാ ചടങ്ങുകളും എല്ലാം പൂർത്തിയാകുകയാണ്. അതിനുശേഷം ആ ചടങ്ങുകളെല്ലാം പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള നായാട്ടുവിളി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നാളെ ഗുരുതിയോടുകൂടി എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി ഒരു തീർത്ഥാടന കാലത്തിന്റെ എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി നടയടയ്ക്കും. പിന്നീട് തീർത്ഥാടകർക്ക് പ്രവേശനമില്ല. മറ്റേനാൾ പുലർച്ചെ പന്തളത്ത് നിന്നൊക്കെ തിരുവാഭരണ പേടക സംഘം തിരുവാഭരണങ്ങളുമായി മലയിറങ്ങും. പിന്നീട് അച്ഛനും മകനും തമ്മിൽ വിട പറയുന്നു എന്ന തരത്തിൽ രാജാവിന് മാത്രമാണ് ദർശനമുള്ളത്. ദർശനം നടത്തി തക്കൽ കൂട്ടവുമായി പന്തളത്ത് നിന്നെത്തിയ രാജപ്രതിനിധി 18-ാം പടി ഇറങ്ങും. അങ്ങനെ മടക്കം. ആ മടക്കത്തോടുകൂടി തീർത്ഥാടന കാലത്തെ എല്ലാ ചടങ്ങുകളും ഏതാണ്ട് പൂർത്തിയാകുകയാണ്. അതിൽ ഏറ്റവും സുപ്രധാനമായ ചടങ്ങാണ് അല്പസമയത്തിന് മുമ്പ് ശരംകുത്തിയിൽ നടന്ന നായാട്ടുവിളി ചടങ്ങ്. നായാട്ടുവിളി ചടങ്ങ് പൂർത്തിയാക്കി ഇപ്പോൾ എഴുന്നള്ളത്ത് സംഘം തിരുവാഭരണ പേടകത്തിൽ കൊണ്ടുവന്ന തിടമ്പും കൊടിക്കൂറയും കുടയും ഒക്കെയായുള്ള എഴുന്നള്ളത്ത് നടപ്പന്തലിലേക്ക് എത്തുന്നു. അല്പസമയത്തിനകം ആ എഴുന്നള്ളത്ത് 18-ാം പടിക്ക് മുകളിലേക്ക് പ്രദക്ഷിണം നടത്തി മണിമണ്ഡപത്തിലേക്ക് മടങ്ങും. അതിനുശേഷം ഹരിവരാസനം പാടി നടയടയ്ക്കും. ദേവിക. ശരി, ഭൂതഗണങ്ങളുമായുള്ള മടക്കമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണിമണ്ഡപത്തിൽ നിന്നുള്ള എഴുന്നള്ളത്ത് നായാട്ട് വിളിക്ക് ശേഷം തിരിച്ച് എഴുന്നള്ളത്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വാദ്യഘോഷങ്ങളൊന്നും തന്നെയില്ല. കുത്തുവിളക്കിൻ്റെ പ്രഭയിലാണ് ഇപ്പോൾ എഴുന്നള്ളത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉമേഷ് തുടരുന്നുണ്ട്. ഉമേഷ്, നമുക്കറിയാം മകരവിളക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ് നായാട്ടുവിളി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ളൊരു ചടങ്ങ് കൂടിയാണ് ഇത്. ഇന്ന് 5-ാം ദിവസമാണ്. ശരംകുത്തിയിൽ വച്ചായിരുന്നു നായാട്ടുവിളി നടന്നത്. ഏറെ പ്രത്യേകതകളുണ്ട്, ഐതിഹ്യമുണ്ട് ഇതിന് പിന്നിൽ. എന്നാലും കൃത്യമായി പറയുകയാണെങ്കിൽ വലിയ ഒരു ജനത്തിരക്ക് അവിടെ ഉണ്ടായിരുന്നു ഈ നായാട്ടുവിളി കാണാനും അത് കൂടുതൽ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനും. ഇന്ന് കൂടുതൽ നിയന്ത്രണങ്ങൾ ശബരിമലയിലുണ്ടായിരുന്നു. ദേവിക, മുൻ വർഷങ്ങളിൽ മകരവിളക്ക് കഴിഞ്ഞാൽ ഏതാണ്ട് ഇന്ന് നെയ്യഭിഷേകമുള്ള അവസാന ദിവസമായ ഇന്ന് ഉച്ചവരെയൊക്കെയാണ് സന്നിധാനത്ത് തിരക്ക് അനുഭവപ്പെടുക. നാളെ മുതൽ നെയ്യഭിഷേകമോ മറ്റ് അഭിഷേക ചടങ്ങുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തീർത്ഥാടകരുടെ തിരക്ക് താരതമ്യേന വളരെ കുറവാണ്. കേരളത്തിൽ നിന്നുള്ള, പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ തിരക്ക് മാത്രമാണ്, അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം മാത്രമാണ് സാധാരണഗതിയിൽ ഈ ദിവസങ്ങളിലൊക്കെ അനുഭവപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ താരതമ്യേന തിരക്ക് കുറഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്ക് സന്നിധാനം ഇന്നു മുതൽ മാറേണ്ടതാണ്. എന്നാൽ ഏതാണ്ട് വെർച്വൽ ക്യൂ സംവിധാനം ഏറെക്കുറെ നിർബന്ധമാക്കിയതോടുകൂടി തന്നെ വെർച്വൽ ക്യൂവിൽ ബുക്കിംഗ് ലഭിച്ചിരിക്കുന്ന മറ്റു സംസ്ഥാന തീർത്ഥാടകർ പോലും ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുൻ വർഷങ്ങളിൽ വിഭിന്നമായി മകരവിളക്ക് മുതൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാ ദിവസവും വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെ തീർത്ഥാടകരുടെ തിരക്ക് അത് ഇന്നലെയും ഇന്നും സന്നിധാനത്തുണ്ട്. നാളത്തെ ബുക്കിംഗ് പ്രകാരവുമാണെങ്കിൽ ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് തീർത്ഥാടകരുടെ ബുക്കിംഗ് ഏതാണ്ട് ഏറെക്കുറെ ആയിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. സാധാരണഗതിയിൽ ഏതാണ്ട് ഒരു 9:30-10 മണിക്ക് മുൻപ് ഈ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി നടയടക്കേണ്ടതാണ്. ഇന്നിപ്പോൾ എഴുന്നള്ളത്ത് പുറപ്പെട്ടപ്പോൾ തന്നെ ഏറെ വൈകിയിരുന്നു. ഏതാണ്ട് ഇപ്പോൾ 10:30 അടുക്കുന്നു. സാധാരണഗതിയിൽ ശബരിമലയിൽ ഹരിവാസനം പാടി നടയടയ്ക്കുന്ന പോലെ തന്നെ ഏതാണ്ട് 11 മണിയോടുകൂടി മാത്രമേ ഇന്നും ഇപ്പോൾ നടയടയ്ക്കാൻ കഴിയുള്ളൂ. അതുപോലുള്ള തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ എഴുന്നള്ളത്ത് കടന്നു പോകുന്നതിനാൽ പരമ്പരാഗത പാതയിലൂടെ ശരംകുത്തി വഴിയുള്ള തീർത്ഥാടകരുടെ വരവ് അത് മരക്കൂട്ടം മുതൽ നിയന്ത്രിച്ചിട്ടുണ്ട്
എത്തിയിട്ടുണ്ട്. ഒപ്പം വലിയ നടപ്പന്തലും തീർത്ഥാടകരുടെ ആ ഒരു പ്രവേശനം അത് നിയന്ത്രണ വിധേയമായി മാത്രമാണ് അവിടേക്ക് തീർത്ഥാടകരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എഴുന്നള്ളത്ത് പൂർത്തിയായ ശേഷം മാത്രമേ ഇനിയിപ്പോൾ ശരംകുത്തിയിൽ നിന്ന് മരക്കൂട്ടത്ത് നിന്ന് ശരംകുത്തി വഴിയുള്ള തീർത്ഥാടകരുടെ യാത്രയ്ക്ക് അനുമതി ലഭിക്കുകയുള്ളൂ. അങ്ങനെ നിയന്ത്രണങ്ങൾ പലയിടങ്ങളിലായി തീർത്ഥാടകരെ അത്തരം നിയന്ത്രിച്ചിട്ടുണ്ട്. എന്നാൽ നിയന്ത്രണത്തിന് അപ്പുറത്തേക്കുള്ള ഒരു തിരക്കിലേക്ക് സന്നിധാനം മാറിയിട്ടില്ല. മുൻവർഷങ്ങളിൽ നിന്നും ഒപ്പം ശബരിമലയുടെ ഒരു ദർശനത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ചുമൊക്കെ സാധാരണഗതിയിൽ ഇന്ന് ഉച്ച മുതൽ തന്നെ ഏറെക്കുറെ സന്നിധാനം കാലിയാവുകയും ഈ കേരളത്തിനുള്ളിൽ പ്രത്യേകിച്ച് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം തുടങ്ങിയ ശബരിമലയോട് ചേർന്ന് കിടക്കുന്ന സമീപ ജില്ലകളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ സാന്നിധ്യം മാത്രമാണ് സാധാരണ ഈ ദിവസങ്ങളിലൊക്കെ അനുഭവപ്പെടാറുള്ളത്. അതിന് പ്രധാന കാരണം ഇനിയിപ്പോൾ അഭിഷേകമോ മറ്റു പ്രധാന പൂജകളോ ഒന്നും തന്നെയില്ല. ശബരിമലയിലേക്ക് കെട്ടുനിറച്ചെത്തുന്ന തീർത്ഥാടകർക്ക് നെയ്യഭിഷേകം ഒരു പ്രധാന ചടങ്ങാണ്. ആ നെയ്യഭിഷേകം ചടങ്ങ് അത് പൂർത്തിയാക്കാൻ കഴിയാത്തതുകൊണ്ട് അത്തരം ചടങ്ങുകൾ ഇനിയിപ്പോൾ സന്നിധാനത്ത് ഇല്ലാത്തത് കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒപ്പം ഇരുമുടി നിറച്ചെത്തുന്നതുമായ തീർത്ഥാടകരുടെ തിരക്ക് വളരെ കുറവാണ്. ഒരു പക്ഷെങ്കിൽ ദേവിക നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അയ്യപ്പന്റെ ആ തിരുമുഖം അത് സ്ക്രീനിൽ പ്രേക്ഷകർക്ക് വ്യക്തമായി കാണാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൊമ്പൻ മീശയോട് കൂടിയ ആ തിടമ്പാണ് എഴുന്നള്ളത്തിനായി ഉപയോഗിക്കുന്നത്. ആ തിടമ്പ് ഉപയോഗിച്ചുള്ള എഴുന്നള്ളത്തിനെയാണ് പല രീതിയിലേക്ക് വക്രീകരിച്ച് അല്ലെങ്കിൽ വ്യാഖ്യാനിച്ച് പല തരത്തിലേക്ക് വളച്ചൊടിച്ചതും മാളികപ്പുറത്ത് അമ്മയുമായുള്ള ഒരു പ്രണയ കഥ പോലും ഇതിന്റെ അകമ്പടിയായി മേമ്പൊടിക്ക് ഒരു സിനിമാ സ്റ്റൈൽ കഥ പോലെ ചേർത്തതും ഒക്കെ ഏറെക്കുറെ ആ തിടമ്പിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കും. അത് മാളികപ്പുറത്ത് അമ്മയുടേതല്ല, മറിച്ച് അയ്യപ്പന്റെ എഴുന്നള്ളത്താണ്. മാളികപ്പുറം എന്നത് ശബരിമല അയ്യപ്പന്റെ അല്ലെങ്കിൽ പന്തളം രാജകുടുംബത്തിന്റെ ഒരു മാതൃസ്ഥാനം ആണ് ആ ദേവതാ സങ്കല്പത്തിലുള്ളത്. അത് മധുര മീനാക്ഷി സങ്കല്പത്തിലുള്ള ആദിപരാശക്തിയുടെ പ്രതിഷ്ഠയാണ്. പന്തളം രാജകുടുംബം എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെ എല്ലാം മാളികപ്പുറം പ്രതിഷ്ഠയുണ്ട്. അത് പന്തളം കൊട്ടാരത്തിന്റെ മാളികപ്പുറത്തെ ഉപാസനാമൂർത്തിയായ മധുര മീനാക്ഷിയുടെ സങ്കല്പത്തിലുള്ള പരാശക്തി പ്രതിഷ്ഠയാണ്. അത് ആ സങ്കല്പത്തെയാണ് മറ്റ് പല രീതിയിലും സിനിമാ കഥകളിലൂടെയൊക്കെ വളച്ചൊടിച്ച് ഇത്തരം കഥകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ ദൃശ്യങ്ങൾ, ആ തിടമ്പിന്റെ ദൃശ്യം അല്പസമയം മുൻപ് സ്ക്രീനിൽ വളരെ അടുത്ത് കാണാൻ പ്രേക്ഷകർക്ക് നമ്മുടെ ക്യാമറമാൻ അതിനുള്ള അവസരം ഒരുക്കിയിരുന്നു. അതിൽ കാണാൻ കൊമ്പമീശയോട് കൂടിയ അതിഗൗരവ ഭാവത്തിലുള്ള രാജകുമാരന്റെ ഭാവത്തിലുള്ള ആ തിരുമുഖം ആലേഖനം ചെയ്ത തിടമ്പാണ് എഴുന്നള്ളത്തിനായി മണിമണ്ഡപത്തിൽ നിന്ന് ഓരോ ദിവസവും എഴുന്നള്ളത്തായി എത്തുന്നത്. ബാലക രൂപം മുതൽ സർവാഭരണ വിഭൂഷിതനായ മണികണ്ഠകുമാരന്റെ വരെയുള്ള ഭാവങ്ങൾ 5 ദിവസവും കളം വരയ്ക്കും. ആ കളത്തിൽ നിന്ന് ദേവചൈതന്യം തിടമ്പിലേക്ക് ആവാഹിച്ചാണ് എഴുന്നള്ളത്ത് നടക്കുക. മണിമണ്ഡപമാണ് ഈ കഴിഞ്ഞ 5 ദിവസമായുള്ള ചടങ്ങുകൾ ഏറ്റവും സുപ്രധാനമായ ഒരു കേന്ദ്രം എന്നത്. അയ്യപ്പന്റെ മണികണ്ഠകുമാരന്റെ ജീവസമാധി ആണ് മണിമണ്ഡപം എന്നതാണ് ഒരു സങ്കല്പം. ആ സങ്കല്പത്തിലുള്ള മണിമണ്ഡപത്തിൽ നിന്ന് ജീവസമാധിയിലായ മണികണ്ഠനെ ഉണർത്തി രാജകുമാരനാക്കി പിന്നീട് ഈ ദിവസങ്ങൾ നടക്കുന്ന 5 ദിവസങ്ങൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ശബരിമലയെ സംബന്ധിച്ച്, ക്ഷേത്രത്തെ സംബന്ധിച്ച് അയ്യപ്പൻ പറഞ്ഞു നൽകിയ പൂജാക്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നടക്കുന്ന ഈ 5 ദിവസത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ മാത്രമാണത്. പിന്നീട് ഇപ്പോൾ നടക്കുന്ന കൊടിയേറ്റും ബന്ധപ്പെട്ട ഉത്സവങ്ങളൊക്കെ പിന്നീട് ദേവസ്വം ബോർഡ് വന്നതിന് ശേഷം ഉണ്ടായ ചില മാറ്റങ്ങളാണ്. ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പൂജാ ചടങ്ങുകൾ നടക്കുക അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം നടക്കുക ഈ 5 ദിവസമാണ്. മകരം 1 മുതൽ തുടങ്ങി നാളെ കൊണ്ട് പൂർത്തിയാകുന്ന ഈ ചടങ്ങുകളാണ് ശബരിമലയെ സംബന്ധിച്ച് അതിന്റെ പൂജാക്രമങ്ങൾ ഏറ്റവും സുപ്രധാനമായത്. ദൃശ്യങ്ങളിൽ കാണുന്നത് എഴുന്നള്ളത്ത് വലിയ നടപ്പത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കുളത്തിനാൽ ഉണ്ണികൃഷ്ണൻ തിരുവാഭരണ പേടകത്തിലെ തിരുവാഭരണം ശിരസിലേറ്റി 18-ാം പടി ചവിട്ടി സോപാനത്തേക്ക് എത്തിച്ച കുളത്തിനാൽ ഉണ്ണി അദ്ദേഹത്തോടൊപ്പമുള്ള മറ്റ് സംഘാംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ ഒരു എഴുന്നള്ളത്ത് നടക്കുക. നമുക്ക് കാണാം 2 കൊടികൾ, ഒന്ന് ചുവപ്പും ഒന്ന് കറുപ്പും കൊടികളും ഈ എഴുന്നള്ളത്തിന് അകമ്പടിയുണ്ട്. അത് തലപ്പാറ കോട്ടയുടെയും ഒപ്പം മലകളുടെയും ഒക്കെ പ്രതീകമായ കൊടിക്കുറകളാണ്. ആ കൊടികളും തിരുവാഭരണ പേടകത്തോടൊപ്പം സന്നിധാനത്തേക്ക് പന്തളത്ത് നിന്ന് കൊണ്ടുവരുന്നതാണ്. കഴിഞ്ഞ 5 ദിവസമായി സന്നിധാനത്ത് നടക്കുന്ന പൂജാക്രമങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം ചടങ്ങുകൾക്കൊക്കെ നേതൃത്വം നൽകുന്നതും അതിന്റെ പൂജാപാത്രങ്ങൾ ഉൾപ്പെടെയുള്ളവയെല്ലാം തിരുവാഭരണ പേടകത്തിൽ സന്നിധാനത്തേക്ക് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് മണികണ്ഠകുമാരൻ എന്തൊക്കെയാണോ തനിക്ക് പൂജകളായി അല്ലെങ്കിൽ പ്രത്യേകതകളായി സന്നിധാനത്ത് വേണ്ടത് എന്ന് പറഞ്ഞത് ആ ചടങ്ങുകളൊക്കെ നടക്കുന്ന 5 ദിവസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ശരംകുത്തിയിലെ നായാട്ടുവിളിക്ക് ശേഷം ഇപ്പോൾ നായാട്ടുവിളി സംഘം എഴുന്നള്ളത്ത് ഇപ്പോൾ മണിമണ്ഡപത്തിലേക്ക് തിരികെ എത്തുകയാണ്. അല്പസമയത്തിനകം ഹരിവരാസനം പാടി നടയടയ്ക്കും. ഇനിയിപ്പോൾ ഒരു പ്രത്യേക പൂജകളും സന്നിധാനത്തില്ല. നാളെ നടക്കുന്ന ഗുരുതിയോടുകൂടി 2 മാസക്കാലം നീണ്ടുനിന്ന തീർത്ഥാടന കാലത്തിന്റെ സമ്പൂർണ്ണ പരിസമാപ്തിയാകും ദേവിക.